ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാരംഭമായ സമയം കൊരട്ടി കൂട്ടായ്മ ഒരു ദീർഘവീക്ഷണത്തോടുകൂടി ഈ ഒരു പ്രവൃത്തി ചെയ്ത് കൊടുത്ത് ദൈവത്തെ സ്തുതിക്കും. കാരണം ഏതൊരു സഭയുടെയും ഏതൊരു ശുശ്രൂഷയുടെയും ശക്തി എന്ന് പറയുന്നത് യൗവനക്കാരാണ്. ആമേൻ. യൗവനത്തിൽ തൻ്റെ സൃഷ്ടാവിനെ അറിഞ്ഞുകൊള്ളണം എന്ന വാക്യം കർത്താവിൻദാസൻ ജോയ് പാസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. നമ്മുടെ VBS-നോടുള്ള ബന്ധത്തിലും കൺവെൻഷനോടുള്ള ബന്ധത്തിലും വളരെ അനുഗ്രഹപ്രദമായി മാതൃകാപരമായി പ്രവർത്തിപ്പാൻ യൗവനക്കാർ തയ്യാറായി എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. കൊരട്ടി കൂട്ടായ്മയെക്കുറിച്ച് ഇന്നലെ ഒരു വയനാട് പോയ ഒരു സംഘം ഇവിടേക്ക് വന്നിട്ടുണ്ടായി ട്രാക്ട് എടുക്കാനായിട്ട്. അതിൽ ഒരു പാസ്റ്റർ മറ്റുള്ള കൂടെ വന്ന ആൾക്കാരോട് 2 സഹോദരിമാരുണ്ടായിരുന്നു, 4 കുട്ടികളുണ്ടായിരുന്നു, 3 പാസ്റ്റർമാരുണ്ടായിരുന്നു. ഒരു ഇന്നോവ വണ്ടിയിൽ അവർ വന്നു. അതിലൊരാൾ ഇങ്ങനെ പറയാനിടയിൽ, ഈ കേരളത്തിൽ ഇപ്പോഴുള്ള പാസ്റ്റേഴ്സ് കൂട്ടായ്മകളിൽ അല്ലെങ്കിൽ കൂട്ടായ്മകളിൽ വേറിട്ട് നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് കൊരട്ടി കൂട്ടായ്മ. അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് വലിയ അഭിമാനം തോന്നി. കാരണം അത് അംഗബലം കൊണ്ടല്ല, ശ്രദ്ധിക്കണം, പണത്തിൻ്റെ കൂടുതൽ കൊണ്ടല്ല, മറിച്ച് സ്നേഹം കൊണ്ട്, ഐക്യം കൊണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്നേഹവും ഐക്യവും ശക്തിയും ബലമൊക്കെ ഉണ്ടെങ്കിൽ വൻകാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ കൊരട്ടി കൂട്ടായ്മയിലെ പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും കൂടി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകളും ഒരു ഭക്ഷണവും തരാം, അത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കാം എന്നാണ് ഹൃദയത്തിൽ ആഗ്രഹിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ശുശ്രൂഷയുടെ പിന്നിലുള്ളത് ദൈവത്തിൻ്റെ കരമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങളെ എൻകറേജ് ചെയ്യുന്നത്. ഈ ചുരുക്ക വാക്കുകളിൽ ഞാൻ നിങ്ങളെ ആശംസ, എൻ്റെ വാക്കുകളിൽ ആശംസ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ അതിരാവിലെ വന്ന് പ്രവർത്തിച്ചവരുണ്ട്, ഒത്തിരി കമ്മിറ്റഡ് ആയിട്ട്. ഞാൻ പേര് പറഞ്ഞാൽ എനിക്ക് അത് തന്നെ എൻ്റെ 5-6 മിനിറ്റ് പോകും. അതുകൊണ്ട് അതെല്ലാം ദൈവം പ്രവർത്തിക്കും. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ബൈബിളിൽ ഒരു യൗവനക്കാരനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. യൗവനക്കാരനായി, വലിയൊരു ലീഡറായി, വലിയൊരു മിറാക്കിൾ വർക്കറായി ദൈവസഭയ്ക്കും അതുപോലെ തലമുറകൾക്കും അത്ഭുതമായി മാറിയ ഒരു വ്യക്തിയാണ് ജോഷുവ എന്ന് പറയുന്ന യോശുവ. യോശുവ നമ്മൾ എവിടെയാണ് ആദ്യം കാണുന്നത് എന്ന് ചോദിച്ചാൽ അവിടെയാണ് ഒരു അത്ഭുതകരമായ കാര്യം കിടക്കുന്നത്. നമുക്ക് നിങ്ങൾ പെട്ടെന്ന് എടുക്കണം. പുറപ്പാടിന്റെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് എടുക്കാം. 24-ന്റെ 13. പെട്ടെന്ന് മോശ ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി അവൻ മൂപ്പന്മാരോട്, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുവോളം ഇവിടെ താമസിക്കും. അഹരോനും ഹൂരും നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ. ആർക്കെങ്കിലും വല്ല കാര്യവും ഉണ്ടായാൽ അവൻ അവരുടെ അടുക്കൽ ചെല്ലട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമായിട്ട് ഒരു രാജ്യത്തിലേക്ക് ഒരു സുവിശേഷത്തിന്റെ കാര്യമായിട്ട് ഈ ചൊവ്വാഴ്ച പോവാം, മലേഷ്യയിലേക്ക്. ഞാൻ ചെറുപ്പക്കാരൻ 30 വയസ്സിലാണ് കർത്താവിലേക്ക് വന്നപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ വിദേശത്ത് പോയി ശുശ്രൂഷിക്കണമെങ്കിൽ ഞാനായിട്ട് ഒരിക്കലും ഇനിഷ്യേറ്റീവ് എടുക്കില്ല, അങ്ങായിരിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവിലെ പോകുള്ളൂ എന്ന് തീരുമാനിക്കും. ഞാൻ കർത്താവിനോട് 1 രൂപ പോലും ഞാൻ ചെലവഴിക്കാണ്ട് എനിക്കുള്ള എല്ലാ ചെലവും വഹിച്ച് എന്നെ കൊണ്ടുപോകണമെങ്കിൽ ഞാനത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ളത്. നമ്മുടെ ഈ കൺവെൻഷൻ നടന്നതിൻ്റെ ആദ്യ ദിവസം ഫസ്റ്റ് ഡേയിൽ പാട്ടുകാരനായ എൽദോ, ആകാശത്തിന് കീഴിൽ നിന്ന് പാട്ടുപാടിയ എൽദോ രാത്രി 12:30 മണിക്ക് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഉടനെ തന്നെ നിങ്ങൾ വിദേശത്ത് പോകും. ഞാൻ സത്യത്തിൽ ചിരിച്ചു. കാരണം അറിയും, പലരും പറഞ്ഞിട്ടുണ്ട് ഇതുവരെ പോയിട്ടുമില്ല. 30 വയസ്സ് മുതൽ ഞാൻ വിദേശത്ത് പോകുമെന്ന് പറഞ്ഞിട്ട് പാസ്പോർട്ട് എടുത്ത ആളാണ്. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, പാസ്പോർട്ടൊക്കെ എടുക്കും, വിദേശത്ത് പോകില്ല എന്ന് പറഞ്ഞു. പോകുമെന്ന് പറഞ്ഞ പലരും ഉണ്ടായിരുന്നു. പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി ഒരു പ്രവചനം വന്നതെന്ന് പറഞ്ഞു. സത്യത്തിൽ ആ നാളുകളിൽ പാസ്പോർട്ടൊക്കെ എടുത്തിരുന്നു കേട്ടോ. എന്നാൽ
ഈ വ്യക്തി വന്ന് എന്നോട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ, ഞാൻ അദ്ദേഹത്തെ അല്പം ഒരു പരിഹാസ ധ്വനിയോടുകൂടി ചിരിക്കാനാണ്. എന്നാൽ യഥാർത്ഥമായ പ്രവചനം അക്ഷരാർത്ഥത്തിൽ നടക്കുമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2.5 മണിക്കൂർ ഇൻവിറ്റേഷൻ വരികയാണ്. മലേഷ്യയിൽ 10 ദിവസം മീറ്റിങ്ങിൽ കടന്നു പോകാൻ സകല ജനവും വഹിച്ചിട്ടുണ്ട്. ഞാനും ജോയ്സും കൂടി കടന്നു പോകാനുണ്ട്. അപ്പൊ എനിക്ക് സന്തോഷമായി. കാരണം ഒരു ഭർത്താവ് മാത്രം പോകണ്ട, ഭാര്യയും ഭർത്താവും കൂടി പോകുമ്പോൾ ശുശ്രൂഷയിൽ എപ്പോഴും എന്തുകൊണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ പങ്കാളിത്തം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ കാര്യം നാം ഇവിടെ കാണുന്നു. അതായത് മോശ പറയുകയാണ്, അതായത് ഞാനും എൻ്റെ ശുശ്രൂഷക്കാരനും എൻ്റെ ഒരു അസിസ്റ്റന്റും കൂടി, അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അവരോനേക്കാൾ വലിയവനല്ല, മറ്റുള്ള പുരോഹിതന്മാരെക്കാൾ വലിയവനല്ല, ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ കൊണ്ട് ഞാൻ എവിടേക്ക് പോകാൻ പോകണം? പർവ്വതത്തിലേക്ക് പോകാൻ പോകുകയാണ്. ദൈവമായിട്ട് സംസാരിക്കാൻ പോകുകയാണ്. ആള് സംസാരിക്കാൻ പോകുമ്പോൾ തെരഞ്ഞെടുത്തത് യൗവനക്കാരനെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിന്നീട് ജോഷുവ നേടിയ ആ വലിയ കാര്യങ്ങളെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജോഷുവ പോലെ അത്ഭുതം ചെയ്തവൻ ഇല്ല എന്നാ പറയുന്നത്. സകല പ്രപഞ്ചത്തെയും സകലത്തെയും ഒരു ദിവസക്കാലം നിർത്തിയവനാണ് ജോഷുവ. ആ ജോഷുവ വലിയൊരു ലീഡറായിരുന്നു, വലിയൊരു മിടുക്കനായിരുന്നു. പക്ഷെ ജോഷുവയുടെ ആരംഭമോ വളരെ കമ്മിറ്റഡ് ആയിട്ട് ആ മോസസ് കണ്ടുപിടിച്ചു ആരില്? ജോഷുവിൽ ഒരു ഒബീഡിയന്റ് ആയിട്ടുള്ള, ഒരു സർവിങ് മെന്റാലിറ്റി ഉള്ള, അനുസരണമുള്ള, പറഞ്ഞാൽ കേൾക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് കണ്ടുപിടിക്കുവാനിടയായി. അതുകൊണ്ട് അങ്ങോട്ട് കീഴിൽ കൊണ്ടുപോയി. എന്നാൽ നമ്മൾ കാണുന്നതായ ഒരു കാര്യം പുറപ്പാടിന്റെ പുസ്തകം 33-ാം അധ്യായം 11-ാം വാക്യത്തിൽ ആ യൗവനക്കാരനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് വായിക്കാമോ? ഈ യൗവനക്കാർക്ക് വേണ്ടി എൻകറേജ് ചെയ്യുന്ന ഒരു ആശംസാ പ്രസംഗത്തിന് എന്നെ നിർബന്ധിച്ചപ്പോൾ. ഹല്ലേലൂയ. വായിക്കാമോ? ഒരുത്തൻ തന്റെ സ്നേഹിതരോട് സംസാരിക്കുന്ന പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായി യോശുവ എന്ന ബാല്യക്കാരനെ കൂടാതെ വിട്ടുതിരിയാതെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിക്കണം, എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയതായ ഒരു വാക്യമായത്. എന്ന് പറഞ്ഞാൽ മോശ എവിടേക്ക് കടന്നുപോയി? പാളയത്തിന് അവിടേക്ക് കടന്നുപോയപ്പോൾ നൂനിന്റെ പുത്രനായ ജോഷുവ ആ കൂടാരത്തെ വിട്ടുമാറാതെ വിട്ടുപിരിയാതെ. ദൈവത്തെ എങ്ങനെ നമ്മൾ സ്നേഹിക്കുക? യൗവനക്കാരെ, ദൈവത്തെ എങ്ങനെ നമ്മൾ സ്നേഹിക്കുക? ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ദൈവവചനത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ദൈവദാസന്മാരെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ദൈവ ശുശ്രൂഷകളെ സ്നേഹിക്കണം. അല്ലാതെ പേരിനും പെരുമിക്കല്ല ഇവിടെ ജോഷുവ നിന്നത്. ജോഷുവ നിന്നത് ഹല്ലേലൂയ സമാഗമന ആ കൂടാരത്തെ വിട്ടുമാറാത്ത ചെറുപ്പക്കാരനായി നിന്നു എന്ന് പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. സത്യത്തിൽ മോശയ്ക്ക് തനിക്ക് ശേഷം ആരാന്നുള്ളൊരു പിടി ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വിധത്തിൽ ഞാൻ പറയാം, തൻ്റെ ചിന്തയോ തൻ്റെ വിചാരങ്ങളോ തൻ്റെ ബുദ്ധിയോ ഒരിക്കലും മോശ തൻ്റെ ജീവിതത്തിൽ പകർത്താൻ ആഗ്രഹിച്ചില്ല എന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലാവുന്നത്. കാരണം മോശയ്ക്ക് ശേഷം ആരെന്ന് മനസ്സിലാകാതെ ഇരുന്നത് ദൈവത്തിലുള്ള ആശ്രയ നിമിത്തമാണ്. ഉടനെ തന്നെ ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു, നൂനിന്റെ പുത്രനായ ആര്? ജോഷുവയാണ് നിനക്ക് പുറകിലുള്ള ലീഡർ. പ്രൈസ് ദി ലോർഡ്. കേട്ടോ, ദൈവം ഇതൊക്കെ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കും. യൗവനക്കാരായി നമ്മൾ കർത്താവിന് വേണ്ടി എന്തോരം ചെയ്തു, എത്ര രാവിലെ വന്നു, എത്ര കഠിന പ്രയത്നം ചെയ്തു, ഒരു പ്രതിഫലം ഇച്ഛിക്കാതെ ചെയ്തു. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ദൈവം ഒരിക്കലും നമ്മെ മറന്നു കളയില്ല എന്ന് ഞാൻ യൗവനക്കാരോട് പറയാൻ ആഗ്രഹിക്കുക. ഒരിക്കലും ഒരു കന്യാസ്ത്രീ, 56 വയസ്സായ കന്യാസ്ത്രീ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ആ ഇത് കഴിഞ്ഞ് ഇവിടെ കടന്നു വന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് സത്യമെല്ലാം അറിയാം. എന്നോട് പറഞ്ഞത് എങ്ങനെയാണ്? എനിക്ക് സത്യമെല്ലാം അറിയാം, എനിക്ക് ധൈര്യമില്ല, അതുകൊണ്ട് പോൾ ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. സ്തോത്രം. ഞാൻ അവരുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിപ്പാനിടയിൽ ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു തീരുമാനമെടുത്തു, ഇനി ഞാൻ മഠത്തിലേക്ക് തിരിച്ചു പോകില്ല. ഞാൻ കർത്താവിന്റെ കൽപ്പന പാലിച്ച് കർത്താവിന് വേണ്ടി നിൽക്കും. എനിക്കന്ന്
30 വയസ്സ് പ്രായമേ ഉള്ളൂ. 30 വയസ്സിൽ ദൈവം ചെയ്ത ഒരു അത്ഭുതമായത് 56 വയസ്സായ കന്യാസ്ത്രീ സ്നാനമേൽക്കാൻ തീരുമാനമെടുത്തു. ഒരു വലിയ രോഗസൗഖ്യത്തെക്കാളും ഒരു അത്ഭുതത്തെക്കാളും വലുതായി ഞാൻ വിലമതിക്കുന്ന സംഭവമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഞാൻ കർത്താവിനോട് ഇങ്ങനെ ചോദിച്ചു, കർത്താവേ, ഞങ്ങളുടെ ഈ വീട്ടിൽ വെച്ച് എന്തുകൊണ്ട് ഈ കന്യാസ്ത്രീ തീരുമാനമെടുത്തു? അപ്പൊ എന്റെ കർത്താവ് എന്നോട് ഒരു മറുപടി പറഞ്ഞു. എന്താ മറുപടി എന്നറിയോ? നിന്റെ അപ്പച്ചന്റെ പെങ്ങന്മാർ 4 പേര് കന്യാസ്ത്രീമാരില്ലേ? ഉണ്ട്. അവര് ഞങ്ങളെ കരിവാരി തേച്ചു എന്ന് നിങ്ങളുടെ ബന്ധുക്കളോടൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞു. എന്താ നീ ധൈര്യത്തോടുകൂടി കർത്താവിന് വേണ്ടി നിന്നില്ലേ? നിന്നു. എങ്കിൽ ധൈര്യം കാണിച്ച് നിന്റെ വീട്ടിൽ വെച്ച് 56 വയസ്സായ ഒരു കന്യാസ്ത്രീ കൊണ്ട് തീരുമാനമെടുപ്പിക്കേണ്ട ഒരു പ്രതിഫലം ഞാൻ നിനക്ക് നൽകിയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞതിന് സാരമെന്ന് അറിയാമോ? യൗവനത്തിൽ വെച്ച് കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ നിന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ജംഗ്ഷനിലും അവൻ നമ്മെ മറക്കാതെ നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവമാണെന്ന് ഇന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. തീഷ്ണതയുള്ളവരായി കർത്താവിന് വേണ്ടി നിൽക്കാം. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു ജോഷിയെക്കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ, യൗവനക്കാരായി നിൽക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ സമയം കർത്താവിന് വേണ്ടി ചെലവഴിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിനെ പഠിക്കുന്നുവെങ്കിൽ, ദൈവദാസന്മാരെ ബഹുമാനിക്കുന്നുവെങ്കിൽ, ദൈവസഭകൾക്ക് ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ, കൂട്ടായ്മകൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ, വരും നാളുകളിൽ അനേകർക്ക് മാതൃക മാത്രമല്ല, അനേകർക്ക് ശക്തിയും ബലവും പകർന്നു കൊടുക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും ദൈവം ഉപയോഗിക്കും. ഞാൻ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചു. ഞാൻ വരികൾ മാത്രം വായിക്കും. ജോഷിയുടെ പ്രത്യേകത ഒരു പ്രത്യേകത, അവന്റെ വളർച്ചയുടെ പ്രത്യേകത, ആത്മീയമായി നേതൃത്വത്തിലേക്ക് കടന്നു വന്ന പ്രത്യേകത, അനേകർ സ്വാധീനിച്ച പ്രത്യേകത ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഹി ഹാസ് ലേണിംഗ് കപ്പാസിറ്റി ഉണ്ട്. പഠിക്കാനുള്ള ആഗ്രഹം. യൗവനക്കാരെ ഞാൻ ഉദ്ബോധിപ്പിക്കാം. പഠിക്കാനുള്ള ആഗ്രഹം. പ്രവർത്തിക്കാൻ മാത്രമല്ല, പഠിക്കാതെ പ്രവർത്തിച്ചാൽ, വചനം പഠിക്കാതെ പ്രവർത്തിച്ചാൽ തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. പഠിക്കുന്ന സ്വഭാവം. അതുകൊണ്ടാണ് ജോഷിയോട് പറഞ്ഞ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ദൈവത്തിന്റെ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. 2, എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു കഴിവ്. ഇന്നത്തെ പല യൗവനക്കാരും ഈ ചർച്ചിൽ വന്നിട്ട് മാസ്റ്റർമാരൊക്കെ പഴയ തലമുറക്കാർ, അവർ പഴയ പാട്ട് പാടും, ഞങ്ങൾക്കൊരു നൃത്തം ചെയ്ത് പാടാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കും, ഞങ്ങൾക്കൊരു യൗവനത്തിന്റെ ശക്തിയും ബലമൊന്നും കിട്ടില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ അതുകൊണ്ട് അവർ പലത് എക്സ്പ്ലോർ ചെയ്യുന്നു. എന്നാൽ ദൈവകാര്യത്തിൽ എക്സ്പ്ലോർ ചെയ്യുന്നവനായിരുന്നു ആര്? ജോഷുവ. അതുകൊണ്ടാണ് പറഞ്ഞത്, 12 പേരിൽ 10 പേര് പറഞ്ഞപ്പോഴും 2 പേരായിട്ട് പറഞ്ഞു. അവര് പറഞ്ഞു എക്സ്പ്ലോർ ചെയ്തിട്ട്, സ്പൈ വർക്ക് ചെയ്ത് എന്റെ കർത്താവിന് പിടിച്ചടക്കാൻ പറ്റുന്ന സ്ഥലമാണെന്ന് പറയാൻ അവരെ കൊണ്ട് സാധിച്ചത് എക്സ്പ്ലോറിംഗ് എബിലിറ്റി ആയിരുന്നു. അടുത്തത്, അഡ്വൈസ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ജോഷിക്കുണ്ട്. എൻകറേജ് ചെയ്യാനുള്ള കഴിവ് ജോഷിക്കുണ്ട്. റിമൈൻഡ് ചെയ്യാനുള്ള കഴിവ് ജോഷിക്കുണ്ട്. കേൾക്കാനുള്ള കഴിവ് ജോഷിക്കുണ്ട്. നയിക്കുവാനുള്ള കഴിവ് ജോഷിക്കുണ്ട്. ഒരു സുപ്രഭാതം കൊണ്ട് കിട്ടിയതൊന്നും അല്ലടാ. അതിന്റെ പിന്നിൽ ജോഷുവോട് ചോദിച്ചാൽ, നമ്മൾ നിശ്ചിത ചെല്ലുമ്പോൾ ജോഷുവോട് സംസാരിക്കാം. ജോഷുവ അങ്ങ് എങ്ങനെയാണ് ഇത്രയില്ലേ? അപ്പൊ ജോഷു പറയും, ഞാൻ എല്ലാവരും പോയപ്പോ ആ പർവ്വതത്തിൽ കാത്തിരുന്നു. ഒത്തിരി കാര്യങ്ങൾ ജോഷിക്ക് പറയാറുണ്ട്. എങ്ങനെയാണ് ഈ പേടിച്ചിരുന്നപ്പോൾ ദൈവത്തിന് ശക്തി പ്രാപിച്ച് ഈ അണ്ടഘടകങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ദൈവത്തോട് ഇതൊക്കെ നിലനിർത്താൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, അത്രമാത്രം എന്താ പറയാ, പൊട്ടൻഷ്യലുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ജോഷു. നിങ്ങൾക്ക് എത്ര പേർക്ക്, സഹോദരിമാർക്കും സഹോദരന്മാർക്കും യൗവനക്കാർക്ക് എത്ര പേർക്ക് ഒരു വലിയ ഈ കൊരട്ടിയുടെ പ്രദേശത്ത് നിന്നുകൊണ്ട് ഞാൻ ഒരിക്കൽ പറഞ്ഞു, കൊരട്ടിയിൽ നിന്ന് അനേക ദൈവദാസന്മാർ എങ്ങനെ വരണം? പ്രസംഗകരായിട്ട്, പ്രവർത്തിക്കുന്നവരായിട്ട്, മിറാക്കിൾ വർക്കേഴ്സ് ആയിട്ട്, അനോയിന്റഡ് ആയിട്ട് ഈ ദേശങ്ങളിലേക്ക് കടന്നു പോകാൻ കഴിയും. അതാണ് പിതാക്കന്മാരായ ഞങ്ങളുടെ ആഗ്രഹം. ഹല്ലേലൂയ. എനിക്ക് ആഗ്രഹമുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ പണ്ടൊരിക്കൽ ഒരാളിങ്ങനെ പറഞ്ഞു, അതായത് ദാവീദിനെ കൊണ്ട് പറയുന്നത് ജീവിച്ചില്ല, മോനായ ആരെ കൊണ്ട്? സോളമൻ. അത് ഒരു കാര്യമാണ്. പഴയ നിയമത്തിലെ കാര്യം. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പിതാവ് ഇരിക്കുമ്പോൾ തന്നെ പുത്രനും പ്രവർത്തിക്കാൻ പറ്റും, പിതാവിനും പ്രവർത്തിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മക്കളെ മാത്രമല്ല, മക്കള് കർത്താവിന് വേണ്ടി ശക്തമായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്ത് ഗുണമുണ്ട്? മാതാപിതാക്കൾക്ക് ഭയങ്കര അനോയിന്റിങ് ലഭിക്കും, ഉത്സാഹം ലഭിക്കും,
എൻകറേജിങ് ലഭിക്കും. അതുകൊണ്ട് മക്കള്, യൗവനക്കാര് കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽപ്പാൻ ഞാൻ നിങ്ങളെ ആശംസിക്കുന്നു. കടന്നു വന്ന് നിങ്ങൾ VBSന്റെ സമയത്തും അതുപോലെ തന്നെ ഈ കൺവെൻഷന്റെ സമയത്തും നിങ്ങൾ ചെയ്ത സേവനങ്ങൾ, അത് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് പ്രതിഫലം ചെയ്യും. നിങ്ങൾ സേവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ മാനിക്കുന്ന, നിങ്ങളെ സേവിക്കുന്ന അനുഭവങ്ങൾ സ്വർഗത്തിൽ ദൈവം നൽകാനിടയും. അതുകൊണ്ട് ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.